നാട്ടുരാജാക്കന്മാരുടെ രാജവാഴ്ച എന്ന് പറയുന്നത് സാധാരണക്കാരന് ഒരിക്കലും ഗുണമുള്ളതല്ല. ഇനി ഇന്ത്യയെ ഒരു രാജവാഴ്ചയിലേക്ക് ആരെങ്കിലും നയിച്ചാൽ നല്ല പകിട്ടുള്ള കുപ്പായമൊക്കെ ഇട്ട് നല്ല ശിവകാശി പെയിന്റിങ്ങിൽ കാണുന്ന മനോഹാരിതയൊന്നും അല്ല രാജവാഴ്ചക്കാലത്ത് സമൂഹത്തിലുണ്ടായിരുന്നത് എന്നുള്ളതാണ്. മഹാഭാരതത്തിലെ കുരുക്ഷേത്ര യുദ്ധം തന്നെ നമ്മൾ ആരും അങ്ങനെ ഓർമ്മിക്കുന്നില്ല. നമ്മൾ വളരെ ആവേശത്തോടു കൂടി പഞ്ചപാണ്ഡവന്മാർ ഒരു ഭാഗത്തും, പിന്നെ അപ്പുറത്ത് കൗരവന്മാരും 17 അക്ഷൗഹിണി പടയും. എന്നാൽ സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പഞ്ചപാണ്ഡവന്മാരുടെ കൂടെ ഉള്ളത് കൊണ്ട് പാണ്ഡവന്മാർ യുദ്ധം ജയിച്ചു എന്നാണ് നമ്മൾ പറയുന്നത്. കുരുക്ഷേത്ര യുദ്ധത്തിൽ ആരും ജയിച്ചിട്ടില്ല, എല്ലാവരും പരാജയപ്പെട്ടു പോയി എന്ന് അവസാനം യുധിഷ്ഠിരനും അതുപോലെ തന്നെ കൂടെയുള്ള സഹോദരന്മാർ ഭീമസേനനും നകുലനും സഹദേവനും ഒക്കെ വിലപിച്ചു. കാരണം എന്താ ബാക്കിയായതാ യുദ്ധത്തിനൊടുവിൽ? പരസ്പര മത്സരത്തിന്റെ ഭാഗമായിട്ട് യുദ്ധം ചെയ്യുന്നതിന് പകരം പരസ്പരം സന്തോഷിച്ചുള്ള രാജ്യമെല്ലാം പകുത്ത് എല്ലാവരും ഒരുമിച്ച് അനുഭവിച്ച ഒരു കൊട്ടാരത്തിൽ സഹോദരങ്ങൾ താമസിച്ച് നാട്ടിലെ ജനങ്ങൾക്കും നല്ലത് ചെയ്തിരുന്നെങ്കിൽ മഹാഭാരത യുദ്ധകാലത്തുണ്ടായിരുന്ന ഈ ക്രൂരത ഉണ്ടാക്കുമായിരുന്നു. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ആ യുദ്ധത്തിൽ മരിച്ചു വീഴുന്ന 10,000 മനുഷ്യരെ കുറിച്ച്? എങ്ങനെയാ മരിച്ചു വീണത്? യുദ്ധം നടക്കുന്ന സമയത്ത് ചിലരെ ഒറ്റ വീശിന് തല കൊയ്തിട്ടുണ്ട്. സമാധാനം, പെട്ടെന്ന് മരിച്ചു കിട്ടിയല്ലോ. ചില പടയാളികളുടെ നെഞ്ചത്ത് കുന്തം തറപ്പിച്ചു വെച്ചിട്ട് ഓടിപ്പോയിട്ടുണ്ട്. കുന്തം വലിച്ചെടുക്കാനും പറ്റില്ല, വേദന കൊണ്ട് പടഞ്ഞ് എത്ര സമയം കഴിഞ്ഞിട്ടാണ് മരിച്ചത്. ചിലരുടെ കണ്ണുകളിൽ ശൂലം കുത്തിവെച്ചിട്ട് എതിരാളികൾ പോയിട്ടുണ്ട്. ആ ശൂലം കുത്തി തറച്ച അവസ്ഥയിൽ ഒരു മനുഷ്യന് എന്തുമാത്രം വേദനയാണ് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ആ ശവപ്പറമ്പ് കുരുക്ഷേത്രം എങ്ങനെയാണെന്ന് വിവരിക്കുന്ന കൂട്ടത്തിൽ സഞ്ജയൻ കണ്ണുകാണാത്ത രാജാവിന് അത് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഒട്ടും സന്തോഷമുള്ള കാര്യമല്ല. കഴുകന്മാർ കുത്തിപ്പറിക്കുന്ന മൃതദേഹങ്ങൾ, ആ മൃതദേഹങ്ങളുടെ മുന്നിലിരുന്ന് വാവിട്ട് കരയുന്ന സ്ത്രീകൾ, അവരുടെ കുട്ടികൾ. അങ്ങനെയൊരു ഘോര യുദ്ധം എന്തിനു വേണ്ടിയായിരുന്നു എന്ന് എത്ര യുക്തിസഹമായി ആലോചിച്ചിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല. തെറ്റായിരുന്നു, തെറ്റ് തന്നെയാണ്. എന്നാൽ ഈ ഒരു കുരുക്ഷേത്ര യുദ്ധം മാത്രമല്ല, രാജവാഴ്ച നിലനിന്നിരുന്ന എല്ലാ കാലഘട്ടത്തിലും യുദ്ധം പതിവായിരുന്നു. ഒരു രാജാവ് ഉശിര് കാണിക്കുക മറ്റേ രാജ്യം വെട്ടിപ്പിടിച്ചിട്ടാണ്. അവിടെ പോയി വലിയ സന്നാഹത്തിൽ പോയി ആളുകളെല്ലാം ആക്രമിച്ച് ആ രാജ്യത്തിന്റെ ഭടന്മാരെയെല്ലാം കൊന്ന് ആ രാജാവിനെ കീഴടക്കിയാൽ ഈ നാട്ടുരാജാക്കന്മാർ അന്ന് ചെയ്തിരുന്നത് ആ രാജാവിന്റെ അന്തഃപുരത്തിലെ സ്ത്രീകളെ എല്ലാം ആട്ടിത്തെളിച്ചു കൊണ്ടുവരികയാണ്. എന്നിട്ട് അവരുടെ സ്വത്താക്കി മാറ്റുകയാണ്. ജയിച്ചു വന്ന രാജ്യത്തെ രാജാവിനും മന്ത്രിക്കും പരിവാരങ്ങൾക്കും പ്രാപിക്കാനുള്ള ഒന്നായിരുന്നു സ്ത്രീകളുടെ ശരീരങ്ങൾ. നമുക്കിത് പറയുമ്പോൾ വേദന ഉണ്ടാവുന്നില്ല, കാരണം എത്രയോ നൂറ്റാണ്ട് മുമ്പ് കഴിഞ്ഞുപോയതാണ്. പക്ഷെ നമ്മൾ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ, ഒരു യുദ്ധത്തിൽ നമ്മളെ പരാജയപ്പെട്ട് ആട്ടിത്തെളിച്ചു കൊണ്ടുപോയി അവരുടെ എല്ലാ പേക്കുത്തുകൾക്കും നമ്മുടെ പെൺമക്കളെയും നമ്മുടെ സഹോദരിമാരെയും വിധേയരാക്കുന്ന ഒരു ഘട്ടം എങ്ങനെ ചിന്തിക്കാൻ പറ്റുക? രാജവാഴ്ച വളരെ ക്രൂരമായിരുന്നു. അതുതന്നെയാണ് ഇന്ത്യയിലെ ഓരോ ഭാഗത്തുണ്ടായിരുന്നത്. ബ്രിട്ടീഷുകാർ വരുമ്പോൾ ബ്രിട്ടീഷുകാരിൽ ഒരു രാജാവിനെ കൂട്ടുപിടിച്ച് മറ്റേ രാജാവിനെ പരാജയപ്പെടുത്തി, അയാളെ കീഴ്പ്പെടുത്തിയപ്പോൾ ആദ്യം കൂട്ടുപിടിച്ച ആളെ പരാജയപ്പെടുത്തി. അങ്ങനെയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഇന്ത്യയിലുടനീളം വ്യാപിപ്പിച്ചത്. ബ്രിട്ടീഷുകാർ നാടുവാഴികൾക്ക് അധികാരങ്ങൾ കൊടുത്തു. അവരാണ് ജന്മിത്വം വളരെ ക്രൂരമായ ഒന്നാക്കി മാറ്റിയത്. ജന്മിമാർക്ക് നികുതി പിരിക്കാനുള്ള നിയമപരമായിട്ടുള്ള അധികാരം റായ്ത്വാരി ആക്ടൊക്കെ പാസ്സാക്കിക്കൊണ്ട് ബ്രിട്ടീഷുകാർ കൊടുത്തു. അതിനുശേഷമാണ് നമ്മുടെ നാട്ടിലെ ഭൂമി കുടയവരായ ജന്മികൾ വലിയ ക്രൂരന്മാരായിട്ട് മാറിയത്. സ്വതവേ അവർ സാധാരണക്കാർക്കെതിരായിരുന്നു. പിന്നീട് അവർ വളരെ വലിയ എതിർപ്പ് പ്രകടിപ്പിക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ പാവപ്പെട്ട കൃഷിക്കാരൻ അധ്വാനിച്ചുണ്ടാക്കുന്ന സകല സമ്പത്തും ഊറ്റിയെടുത്ത് ജന്മിമാരുടെ പത്തായം നിറച്ചു. അവിടുന്ന് ബ്രിട്ടീഷുകാർക്ക് കൊടുക്കേണ്ട പങ്ക് അവർ അളന്നു കൊടുത്തു. ഇടനിലക്കാരനായ ജന്മിയും ബ്രിട്ടീഷുകാരും തടിച്ചു കൊഴുക്കുമ്പോൾ പാവപ്പെട്ട മനുഷ്യർ പട്ടിണിയെടുക്കുകയാണ്. അന്ന് ജാതി വ്യവസ്ഥയുണ്ടായിരുന്നു. EMSന്റെ പേരിൽ ഈ ഗ്രന്ഥാലയം തുടങ്ങിയത് വളരെ നന്നായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജാതി വ്യവസ്ഥക്കൊക്കെ
വലിയ പോരാട്ടം നടത്തിയ ആളാണ് EMS. ജാതി വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ഈ സമൂഹത്തിലെ മനുഷ്യര് വിവിധ ജാതികളായി തിരിഞ്ഞിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് താഴ്ന്ന ജാതിക്കാരെ ഉയർന്ന ജാതിക്കാരെ ദ്രോഹിക്കുകയാണ്. ഏതൊക്കെയാ? ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. ഈ പറഞ്ഞത് വേറെ ചില പേരുകളിലാണ് കേരളത്തിൽ. ഉത്തരേന്ത്യയിലാണെങ്കിൽ ഈ 4 ഘടകം വേർതിരിച്ച് കാണാൻ പറ്റും. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ശൂദ്രൻ താണതാണ്. എന്നാൽ ശൂദ്രനിലും താഴ്ന്ന മനുഷ്യരുണ്ടെന്നാണ്. ഇത് 4 വർണ്ണങ്ങൾ. ആ വർണ്ണങ്ങളിൽ പെടാത്ത അവർണ്ണരുണ്ടായിരുന്നു സമൂഹത്തിൽ. അവരെ ഇന്ന് ഷെഡ്യൂൾ ട്രൈബ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ താഴ്ത്തി, ഇപ്പം താഴ്ത്താനല്ല അത് പറയുന്നത്, താഴ്ന്ന ഘടകത്തിലായി പോയി പട്ടിണിയും കഷ്ടപ്പാടുമായി മാറിപ്പോയ അവരെ രക്ഷിച്ചു കൊണ്ടുവരാനാണ് ഇപ്പോൾ ആധുനിക ഗവൺമെന്റുകൾ ശ്രമിക്കുന്നത്. പക്ഷേ 20കളിലും 30കളിലും 40കളിലും ഒക്കെ കേരളത്തിലും ഈ ജാതി ഘടന ഉണ്ടായിരുന്നു, പല പേരുകളിലാണെങ്കിലും. എന്നിട്ട് തീരെ താഴ്ന്ന ജാതിയിൽ പിറന്നവന് വിദ്യാഭ്യാസം പാടില്ല, അവന് ഭക്ഷണം കഴിക്കാനില്ല, അവന് പൊതുവഴിയിലൂടെ നടന്നുകൂടാ, അമ്പലത്തിന്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല, ദൈവത്തിന്റെ മുന്നിലും അശുദ്ധനാണ്, ഈ സവർണം തമ്പുരാക്കന്മാരുടെ മുന്നിലും അശുദ്ധരാണ്. ആരാണ് ഈ അയിത്തം കൽപ്പിച്ചത്? എന്ത് കാര്യം ദൈവത്തിന്റെ തലയിലിട്ടാ പിന്നെ കുഴപ്പമില്ല. ദൈവം പറഞ്ഞിട്ടാന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ക്രൂരതയും ചെയ്യാം. അങ്ങനെയാണ് ചാതുർവർണ്ണം മയാ സൃഷ്ടം എന്ന് ദൈവം പറഞ്ഞു എന്ന് പാവപ്പെട്ടവനെ തെറ്റിദ്ധരിപ്പിച്ചത്. അക്ഷരം പഠിക്കാൻ അവകാശം കിട്ടിയവര്, ഓലകളിൽ വരഞ്ഞെഴുതാൻ അവകാശം കിട്ടിയവര്, അവര് സ്മൃതിയും കുസൃതിയും ഒക്കെ എഴുതി വെച്ചു. എന്നിട്ട് അത് പാവപ്പെട്ടവനോട് പറഞ്ഞു, ഇതാ എഴുത്തിലുണ്ട്. എന്താ ഉള്ളത്? ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹു രാജന്യകൃത ഊരു തദൈശ്വൈ ദ്വേഷ്യ പദ്ഭ്യാം ശൂദ്രു അജായതേ. എങ്ങനെയാ മനുഷ്യനുണ്ടായെന്നറിയോ? ബ്രാഹ്മണൻ ദൈവത്തിന്റെ തലയെന്നാണ്. ബ്രാഹ്മണോസ്യ മുഖമാസീത്. അതുകൊണ്ട് വിദ്യയും സമ്പത്തും എല്ലാം ബ്രാഹ്മണൻ അവകാശപ്പെട്ടതാണ്. ഇന്നത്തെ ബ്രാഹ്മണരൊന്നും അല്ല കേട്ടോ. ഇന്ന് ആ വിദ്യയും സമ്പത്തും എല്ലാം ആരും വെട്ടിപ്പിടിച്ച് ഒന്നിച്ചു വെക്കാത്ത അവസ്ഥയിലേക്ക് നാട് നമ്മൾ എത്തിയിട്ടുണ്ട്. ക്ഷത്രിയൻ കൈകളാണ്, യുദ്ധം ചെയ്യണം. വൈശ്യൻ ശരീരമാണ്, കച്ചവടമൊക്കെ ചെയ്യാം. പിന്നെ ശൂദ്രൻ പാദങ്ങളാണ്, ഇവരെല്ലാം താങ്ങി നിർത്തണം. കേരളത്തിലെ നമ്പ്യാരും നായരും പിള്ളമാരും ഒക്കെ ആയിട്ടുള്ള ആളുകളെ ശൂദ്രഗണത്തിലാണ് പെടുത്തിയിരുന്നത്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് കിടക്കാനുള്ള പായ ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് ഭക്ഷിക്കാനുള്ള സർവ്വതവും മണ്ണിൽ കിളച്ചുണ്ടാക്കുക, അവരെ മഞ്ചലിൽ പേറി നടക്കുക, ഇതൊക്കെയാണ് താഴ്ന്ന ജാതിക്കാരുടെ ഉത്തരവാദിത്തം. തമ്പുരാക്കന്മാര് സുഖിയന്മാരായിട്ട് നിൽക്കുമ്പോഴാണ് ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് ആ ജന്മി തമ്പുരാക്കന്മാർക്ക് നിയമപരമായി തന്നെ ഈ പാവങ്ങളോട് നികുതി പിരിച്ചെടുക്കാനുള്ള അധികാരം കൂടി അവർ നിയമപരമായി കൊടുത്തു. അപ്പൊ അവർ മഹാക്രൂരന്മാരായിട്ട് മാറി, മറ്റുള്ളവർ മഹാപട്ടിണിക്കാരായിട്ട് മാറി. മുണ്ട് മുറുക്കി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് മുണ്ട് മുറുക്കി കൊടുക്കുക എന്നുള്ളതൊക്കെ ആ ഒരു ശൈലി വന്നത് പട്ടിണി കിടന്നിട്ട് വയറ്റുന്ന അങ്ങനെ തീ എരിയുമ്പോൾ ആ എരിച്ചലടക്കാൻ വേണ്ടി ഉടുത്ത മുണ്ട് വലിച്ചു മുറുക്കി ഉടുക്കുന്നതാണ്. ഇന്ന് നമ്മുടെ ഈ പ്രദേശത്ത് എവിടെയെങ്കിലും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്നും നമ്മുടെ അടുപ്പിൽ വേവിക്കാനില്ലാഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ പട്ടിണിക്കിട്ട് ദിവസങ്ങളോളം പട്ടിണിയായി ഏതെങ്കിലും വീടുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ അയൽവക്കക്കാർ ശ്രദ്ധിക്കും. പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഒക്കെ ഇടപെടും. നമ്മൾ പട്ടിണി കിടക്കുന്നില്ല കേരളത്തിൽ. അതിദരിദ്രർ കേരളത്തിലില്ല, 0.7%. എന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളായ ഉത്തർപ്രദേശിൽ അതിദരിദ്രരുടെ എണ്ണം 100 ആളെ എടുത്താൽ 30 ആളുകളും അതിദരിദ്രരാണ്, ഒരു നേരത്തെ ആഹാരം കഴിക്കാനില്ലാത്തവരാണ്. ബീഹാറിൽ പോയാൽ 28%. ഞാനതിന്റെ കണക്കൊന്നും പറയുന്നില്ല. നമ്മൾ കേരളം വലിയ തോതിൽ മാറിയിരിക്കുന്നു. എങ്ങനെ മാറി എന്നുള്ളതാണ്. ആ മാറ്റത്തിന് പിന്നിൽ ഒരുപാട് സമരകഥകളുണ്ട്. കർഷകരുടെ, കൃഷിക്കാരുടെ, കർഷക തൊഴിലാളികളുടെ, മറ്റു വിഭാഗം തൊഴിലാളികളുടെ, അവരൊക്കെ വലിയ സമരങ്ങൾ നടന്നു. ആ കൂട്ടത്തിലാണ് EMSന്റെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനവും. ഏലംകുളം മനക്കിലെ പൊന്നുതമ്പുരാനായിട്ട് 4 നേരം പാൽക്കഞ്ഞി കഴിച്ച് ജീവിക്കാൻ കഴിയുന്ന ഇഷ്ടംപോലെ പത്തായത്തിൽ ഈ കുടിയാന്മാരിൽ നിന്ന് നെല്ല് വന്ന് കുമിഞ്ഞ് കിടക്കുന്ന വലിയ മന. ഞാൻ ഈ അടുത്ത കാലത്ത് ഏലംകുളം മന ഒന്നുകൂടി കണ്ടു. മുമ്പൊരിക്കൽ കണ്ടിരുന്നു. അടുത്ത കാലത്ത് അവിടെ ഒരു പരിപാടിക്ക് പോയപ്പോൾ അവിടെ ഇപ്പം അന്തേവാസികളൊക്കെ കുറവാണ്. എന്നാലും മന പൊളിച്ചു കളഞ്ഞിട്ടില്ല. വലിയ 8 കെട്ടാണ്. അപ്പോൾ അതിനകത്ത് കഴിയാമായിരുന്ന, നല്ല ഓർത്തനായിട്ട് നമ്പൂതിരിയായിട്ട് അവിടെ ജീവിക്കാമായിരുന്ന EMS ഒരു 10, 11, 12 വയസ്സാവുമ്പോൾ തന്നെ ഈ പാവങ്ങളുടെ പട്ടിണിയെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. മനുഷ്യസ്നേഹിയായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. ആ കുട്ടി ചോദിച്ചു അമ്മാവന്മാരോട്, അമ്മാവ
നമ്മുടെ അപ്പുറത്തെ പറമ്പില് കുടില് കെട്ടി താമസിക്കുന്ന ചാത്തന്റെ കുടിയിൽ പട്ടിണിയാണ്. അവിടെയല്ല, അതിലെ കൂടിയൊക്കെ നടക്കും ഈ കുട്ടി. നടക്കാൻ പാടില്ല എന്നാ കൽപ്പന, എന്നാലും നടക്കും. ഇതെന്താ അവിടെ ഭക്ഷണം ഇല്ലെന്ന് ചോദിക്കുമ്പോ ഒന്നുമില്ല പറ വേവിക്കാൻ. അപ്പൊ അമ്മാവനോട് പറയണം, നമ്മുടെ പത്തായത്തിൽ നിറയെ നെല്ലുണ്ടല്ലോ, അത് കൊടുത്തൂടെ എന്ന് ചോദിക്കുമ്പോ നീ എന്താ കമ്മ്യൂണിസ്റ്റാന്ന് പറഞ്ഞിട്ട് വഴക്ക് പറയും. കുറച്ചുകൂടി വലുതായപ്പോ എന്താണ് കമ്മ്യൂണിസം എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം പഠിച്ചു. എന്നിട്ട് പറഞ്ഞു, എല്ലാവരും ഭക്ഷണം കഴിച്ച് ജീവിക്കണം ജനിക്കുന്നവര്, അതുകൊണ്ട് ഞാൻ തൊഴിലാളികളുടെ കൂടെയാണ് എന്ന് പറഞ്ഞ് ഇറങ്ങി വന്നു. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായാൽ പിടിച്ചുകൊണ്ടുപോകും, ജയിലിലടക്കും. അപ്പോ ഒളിവിൽ കഴിയുന്ന സമയത്ത് ഒരു പാവപ്പെട്ട തൊഴിലാളിയുടെ കൂരയിൽ അഭയം കൊടുത്തു. അവിടെ ഒളിച്ചിരിക്കുമ്പം എന്താ ഭക്ഷണം കൊടുക്കുക ഈ ഏലക്കുളം മനക്കലെ തിരുമേനിക്ക്? എന്താ കഴിക്കുക? എന്തും കഴിക്കും. അപ്പൊ അവിടെ കപ്പ അടുപ്പിലിട്ട് ചുട്ടതും ഉണക്ക് മുള്ളൻ അടുപ്പിലിട്ട് ചുട്ടതേ ഉള്ളൂ. ഉണക്ക് മുള്ളൻ പറഞ്ഞ ഇവിടെ തിരിയില്ല. മുള്ളുള്ള ഒരു മീനുണ്ട്, കുറിച്ചി എന്തോ പറയുന്നൊരു പേരാണ് പറയുക. മുള്ളുള്ള ആ മീൻ അടുപ്പിലിട്ട് ചുട്ടതുമാണുള്ളത്. ഇതെങ്ങനെയാ നമ്പറാ തരിക? ഞങ്ങൾ ഇതേ കഴിക്കുള്ളൂ, ഞങ്ങൾക്ക് ഇതേ ഉള്ളൂ. അപ്പൊ പറഞ്ഞു, അത് ഒരു ഇലച്ചീന്തിൽ അതിങ്ങോട്ട് കൊണ്ടുപോവാ, ഞാൻ കഴിച്ചോളാം. അങ്ങനെ മത്സ്യം കഴിക്കാത്ത ശങ്കരൻ ആദ്യമായിട്ട് ആ ഒളിവിലിരിക്കുമ്പോ കപ്പയും മത്സ്യവും കഴിച്ചു. തോന്നുന്നു അവർക്കത് ഒരു രാജ്യത്തിന് അവരോട് എന്തോ ഒരു മാറ്റം ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ദൈവവിശ്വാസം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാം ഒരേപോലെ അവകാശപ്പെടാൻ കഴിയുന്ന ഒരു രാജ്യമായിരിക്കണം ഇന്ത്യ, ദൈവത്തിന്റെ പേരിൽ തുടങ്ങരുത് എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ചർച്ചയായി, ചിലരെങ്കിലും വാദിച്ചു, എന്നാ പിന്നെ ഇത് വോട്ടിനിടാന്ന് പറഞ്ഞു. പ്രമേയം അങ്ങനെ പ്രിയാമ്പിൾ തുടങ്ങാനുള്ള പ്രമേയം വോട്ടിനിട്ടപ്പോ മഹാഭൂരിപക്ഷം ഒന്നോ രണ്ടോ ആളെങ്ങാട്ടാണ് അതിനകത്ത് ദൈവവിശ്വാസം ഇല്ലാത്തവരുള്ളത്. പക്ഷേ ദൈവവിശ്വാസികളെല്ലാം ചേർന്ന് വോട്ടിനിട്ട് ദൈവത്തിന്റെ പേരിൽ തുടങ്ങേണ്ടതില്ല എന്ന് പാസാക്കി. അതാണ് ഇന്ത്യയുടെ ഒരു പ്രത്യേകതയും മഹത്വവും. എന്നിട്ട് എങ്ങനെ തുടങ്ങണം? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ജനങ്ങളായ നാം പ്രഖ്യാപിക്കുന്നു ഇന്ത്യയുടെ ഭരണഘടന. അങ്ങനെയാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭരണഘടന തുടങ്ങുന്നത്. അപ്പൊ വളരെ വിശാലമായ കാഴ്ചപ്പാടാണ്. അല്ലായിരുന്നെങ്കിൽ ജവഹർലാൽ നെഹ്റുവിന് പോലും പ്രശ്നമായിരുന്നു. ജവഹർലാൽ നെഹ്റു അസല് നിരീശ്വരവാദിയ, ദൈവവിശ്വാസിയല്ല. അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്, ഞാൻ ദൈവവിശ്വാസിയല്ല, ഞാൻ ഒരു ദൈവത്തിലും വിശ്വസിക്കുന്നില്ല, ഞാൻ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നു. ഇനി അമ്പലങ്ങളല്ല സ്വതന്ത്ര ഇന്ത്യയിൽ ഉണ്ടാക്കേണ്ടത്, അണക്കെട്ടുകളാണ്. പലയിടത്തും വെള്ളം തടുത്തു നിർത്തി ആ പ്രദേശത്തെ മുഴുവൻ കൃഷിക്ക് ഉപയുക്തമാക്കി കൃഷി ചെയ്ത് ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യർക്കും വയറു നിറയെ ആഹാരം കഴിക്കാനുള്ള ഭക്ഷ്യധാന്യങ്ങൾ ഉണ്ടാക്കുന്നതിനാണ് സ്വതന്ത്ര ഇന്ത്യ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് നെഹ്റു പറഞ്ഞു. വളരെ അന്തസ്സുറ്റ പ്രധാനമന്ത്രി. അപ്പൊ ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ പ്രവർത്തകൻ, ഇവിടെ എല്ലാവരും ഉണ്ട്, എല്ലാ പാർട്ടിക്കാരും. വായനശാലേന്റെ പ്രവർത്തനത്തിനൊന്നും രാഷ്ട്രീയമില്ല. പക്ഷേ ജവഹർലാൽ നെഹ്റു കട്ടായമായിട്ട് ജവഹറുവിന്റെ സാമ്പത്തിക നയത്തോടൊക്കെ അത്ര എല്ലാ കാര്യത്തിനും യോജിപ്പില്ലാത്തവരാണ് ഞങ്ങളുടെ പാർട്ടിക്കാരൊക്കെ. എന്ന് വെച്ചാൽ നെഹ്റുവിന്റെ അന്തസ്സുറ്റ സമീപനത്തെ തള്ളിക്കളയാൻ ആർക്കും സാധിക്കില്ല. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പറഞ്ഞു, ഞാൻ ഒരു ആരാധനാലയത്തിന്റെയും ഉദ്ഘാടനത്തിന് പോവില്ല, തറക്കല്ലിടാൻ പോവില്ല, ഉദ്ഘാടനം ചെയ്യാൻ പോവില്ല. അതൊക്കെ പൂജാരിമാരും പള്ളി വികാരിമാരും അതുപോലെ മറ്റുള്ള ആരാണോ മതത്തിന്റെ മേധാവികൾ അവരൊക്കെ കൂടി ചെയ്യട്ടെ. ഞാനൊരു സ്വതന്ത്ര പരമാധികാര സെക്കുലർ രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ട് ഒരു ആരാധനാലയങ്ങളുടെയും ഉദ്ഘാടനത്തിന് ഞാൻ പോവില്ല എന്ന് പറയുക മാത്രമല്ല, മറ്റു മന്ത്രിമാരെ പോകുന്നതിൽ നിന്ന് നെഹ്റു വിലക്കുകയും ചെയ്തു. എന്നിട്ട് നെഹ്റുവോട് ആർക്കെങ്കിലും ദേഷ്യമുണ്ടോ? നെഹ്റു ഈശ്വര വിശ്വാസി അല്ല എന്നുള്ളത് കൊണ്ട് ഈശ്വര വിശ്വാസികളായ ഇന്ത്യൻ പൗരന്മാർക്ക് ആ കാരണത്താൽ നെഹ്റുവിനോട് എന്തെങ്കിലും വെറുപ്പുള്ളതായി എനിക്ക് തോന്നുന്നില്ല. നമുക്കാർക്കും ഇല്ല. രാഷ്ട്രീയമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നെഹ്റു ഈ സ്വതന്ത്ര ഇന്ത്യ നല്ല ജനാധിപത്യ രാഷ്ട്രമായിട്ട് വളർന്നു കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള സ്വാതന്ത്ര്യ സമര നേതാവ് കൂടിയായിരുന്നു. പക്ഷേ നെഹ്റുവിന്റെ എല്ലാം കാലം കഴിയുമ്പോൾ നമ്മൾ കൂടുതൽ പുരോഗമനത്തിലേക്ക് പോകുന്നതിന് പകരം നമ്മുടെ എല്ലാം മനസ്സിനെ ചില വിഭാഗീയ ചിന്തകൾ പിടികൂടുകയാണ്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ പിടികൂടുകയാണ്. ഭരണഘടനയിൽ എഴുതി വെച്ചത് എന്താണെന്ന് എല്ലാ പൗരന്മാരും ചിന്തിക്കുന്ന പോലുമില്ല. ഞാൻ ഒരു ചെറുപ്പക്കാരുടെ ഒരു മീറ്റിങ്ങിന്
എറണാകുളത്ത് എല്ലാവരും MBA-കാരും MTech-കാരും MBBS-കാരും ഒക്കെ ആയിട്ടുള്ള ഒരു കൂട്ടം നല്ല വിദ്യാഭ്യാസം നേടിയ ചെറുപ്പക്കാര് എന്നെ വിളിച്ചു. അവരാരും എന്റെ പാർട്ടിക്കാരൊന്നുമല്ല. ആര് പറഞ്ഞു ഒന്ന് വരുവോ ടീച്ചർ, ഞങ്ങൾക്ക് ക്രൈസിസ് മാനേജ്മെന്റിനെ കുറിച്ച് ഒരു ചർച്ച നടത്താനാണ്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ കോവിഡ് നിപ്പയൊക്കെ വന്നപ്പോൾ നമ്മുടെ കൊച്ചു കേരളം വളരെ സമർത്ഥമായി അതിനെ കൈകാര്യം ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് നമ്മൾ കൂട്ടായിട്ട് ആലോചിച്ച് കണ്ടുപിടിച്ചു. തികച്ചും പ്രായോഗികമായിട്ടുള്ള രീതി അവലംബിച്ചു. ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ അത്ഭുതപ്പെടുന്ന റിസൾട്ട് നമ്മൾ ഉണ്ടാക്കി. എന്നാലും നമ്മുടെ നാട്ടിലെ ചിലർക്ക് ആ റിസൾട്ടായിട്ട് കാണാൻ പറ്റുന്നില്ല. എല്ലാം PR വർക്കായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പബ്ലിക് റിലേഷൻസ് വർക്കായിരുന്നു. നമുക്ക് 2020 കേരളത്തെ കുറിച്ച് പരിശോധിക്കുമ്പോൾ കോവിഡിനെ നേരിട്ടതാണ്. കോവിഡ് ചൈനയിൽ ഉണ്ടായി എന്ന് കേട്ടപ്പോൾ നമ്മളിവിടെ ഒരുക്കങ്ങൾ നടത്തി എന്നുള്ളതാണ്. സമയം കളയാൻ ഞാനതിന്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ ഏത് മാർഗം സ്വീകരിക്കണം? ലോകത്തിൽ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നുകിൽ മിറ്റിഗേഷൻ മെത്തേഡ് സ്വീകരിക്കണം, അല്ലെങ്കിൽ കണ്ടെയ്ൻമെന്റ് മെത്തേഡ് സ്വീകരിക്കണം. ഞാൻ ആദ്യമായിട്ട് മന്ത്രിയായിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഞാനൊരു സയൻസ് ടീച്ചറായിരുന്നു. അതുകൊണ്ട് തന്നെ ഏത് മാർഗം സ്വീകരിക്കണം? ഇത്രയും തിക്കിലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ജനസാന്ദ്രത. കേരളത്തിന്റെ ജനസാന്ദ്രത എന്ന് വെച്ചാൽ ഒരു സ്ക്വയർ കിലോമീറ്ററിൽ 860 ആളാണ് നമ്മൾ താമസിക്കുന്നത്. ഇന്ത്യന്റെ ശരാശരി ഒരു സ്ക്വയർ കിലോമീറ്ററിൽ 430. നമ്മുടെ കേരളം ജനനിബിഡമാണ്. ആയുസ് കൂടുതലാണ് ഈ സംസ്ഥാനത്തുള്ളവർക്ക്. അതുകൊണ്ട് തന്നെ ഓൾഡ് ഏജ് പോപ്പുലേഷൻ കൂടുതലാണ്. പ്രായം ചെന്നവരുടെ എണ്ണം കൂടുതലാണ്. അതൊരു കുറ്റമല്ല, നല്ലതല്ലേ? ശരാശരി ആയുസ് 76 എന്ന് പറയുന്നുണ്ടെങ്കിലും ആരും ബേജാറാവുണ്ട്. നമ്മള് 90, 100, 110 വരെയൊക്കെ ജീവിക്കുന്നുണ്ട്. അസുഖം വന്നിട്ട് നേരത്തെ മരിച്ചു പോയിട്ടില്ലെങ്കിൽ. അതാണ് കേരളം. പ്രായമുള്ള ആളുകൾക്ക് അധികവും ഷുഗറും പ്രഷറും ഒക്കെ ഉണ്ടാകും. ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിലേക്ക് വൈറസിനെ പ്രതിരോധിക്കാതെ തുറന്നു വിടുന്നതിന്റെ പേരാണ് മിറ്റിഗേഷൻ. കൂട്ടത്തോടെ വന്ന് എല്ലാവർക്കും വന്ന് എന്നിട്ട് പ്രതിരോധം ഉണ്ടാവുക. അതിനൊരു സയൻസ് ഉണ്ട്. എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ സ്വയം ഒരു ചെറിയ പ്രതിരോധം ഉണ്ടാവും. പക്ഷേ ആ പ്രതിരോധത്തിന് കാത്തു നിൽക്കില്ല. 100 കണക്കിന് ആളുകള് ഒഴിഞ്ഞു വീണ പോലെ മരിച്ചു. അതാ അമേരിക്കക്ക് പറ്റിയത്, അതാ ബ്രിട്ടന് പറ്റിയത്. അഴിച്ചുവിട്ട് വൈറസിനെ തടുത്തു നിർത്താതെ മാസ്ക് ഇല്ല, കണ്ടെയ്ൻമെന്റ് ഇല്ല, ക്വാറന്റൈൻ ഇല്ല. അപ്പൊ എല്ലാവർക്കും പെട്ടെന്ന് വന്നു. ജനസംഖ്യയുടെ ഒരു വലിയ വിഭാഗം മരിച്ചുപോയി. എന്നിട്ട് പ്രതിരോധം കിട്ടിയിട്ടെന്നാ വേണ്ട. പക്ഷെ നമ്മൾ പറഞ്ഞു കണ്ടെയ്ൻമെന്റ് മെത്തേഡ്. അങ്ങനങ്ങാൻ വരുന്നവരെ വിമാനത്താവളത്തിൽ വെച്ച് പരിശോധിക്കുക, കോവിഡ് ഉണ്ടെന്ന് തോന്നിയാൽ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുക, ചികിത്സിക്കുക, ഭേദപ്പെടുത്തുക. അപൂർവം ചിലർ മരിച്ചുപോയി. നമ്മളിത് സ്വീകരിച്ചതുകൊണ്ട് 2020 ജനുവരിയിൽ വന്ന കോവിഡ് 2020 ഡിസംബറിൽ പരിശോധിക്കുമ്പോൾ അമേരിക്കയിലൊക്കെ ലക്ഷങ്ങൾ മരിച്ചു വീണ സമയത്ത് നമ്മുടെ കേരളത്തിൽ 5000-ൽ താഴെ ആളെ മരിച്ചിട്ടുള്ളൂ. ഇത് ലോകത്തെ ഞെട്ടിപ്പിച്ചു, അത്ഭുതപ്പെടുത്തി. എങ്ങനെ സാധിച്ചു? എന്നെ ഒരുപാട് മീറ്റിങ്ങിന് വിളിച്ചു, ഒരുപാട് ചർച്ചകൾക്ക് ഇന്റർനാഷണലായിട്ട് തന്നെ. ഞാനാണെങ്കിൽ ഇവിടെ ഗ്രാമത്തിൽ ജനിച്ചു വളർന്നൊരു സാധാരണക്കാരിയാണ്. ഒരു തവണ മന്ത്രിയായി പോയി എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ വിളിച്ചപ്പോ നമ്മളിവിടെ ചെയ്തത് അതുപോലെ പറഞ്ഞു, ഒരു പൊടിപ്പും തൊങ്ങലും ഇല്ലാണ്ട്. അപ്പൊ അവിടുത്തെ ശാസ്ത്രജ്ഞന്മാര് പറഞ്ഞു, കറക്റ്റ് മെത്തേഡാണ് നിങ്ങൾ സ്വീകരിച്ചത്. ഇങ്ങനെയാണ് ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസിനെ പ്രതിരോധിക്കേണ്ടത്. നിങ്ങൾ ഉണ്ടാക്കിയ പ്രോട്ടോകോളാണ് ശരി, നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ആണ് ശരി. അതാണ് നമുക്ക് ഒരുപാട് ബഹുമതി കിട്ടിയത്. അപ്പൊ ചിലര് പറഞ്ഞു മരണം മറച്ചു വെച്ചിട്ടാണ്, ഇത്രയൊന്നും അല്ല. അപ്പൊ ഞാൻ പറഞ്ഞു എക്സസ് ഡെത്ത് അനാലിസിസ് നടത്തുക. അതായത് 2019 എന്ന് പറയുന്ന കോവിഡിന്റെ മുമ്പുള്ള വർഷം, ഒരു വർഷം എത്ര ആള് കേരളത്തിൽ മരണപ്പെട്ടു? 18 എത്ര ആള് മരണപ്പെട്ടു? 20 ആകെ എത്ര മരണമുണ്ട്? ആകെ മരണം ഇവിടെ കണക്കാക്കുന്നതിന് ഒരു പ്രയാസമില്ല. ഡെത്ത് രജിസ്ട്രേഷൻ ഉണ്ട് കേരളത്തിൽ. ആരോഗ്യവകുപ്പിന്റെ കണക്കല്ല, ഡെത്ത് രജിസ്റ്റർ ചെയ്ത രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കാണ്. അതെടുത്ത് പരിശോധിച്ചപ്പോഴും നമുക്ക് ലോകത്തിന്റെ മുന്നിൽ ഒരു വലിയ അവാർഡ് കിട്ടി. ലോകത്തിലാകെ 6 സ്ഥലത്ത് മാത്രമേ കോവിഡ് വർഷത്തിൽ മരണത്തിന്റെ എണ്ണം കുറഞ്ഞിട്ടുള്ളൂ. അതിലൊന്ന് കേരളമാണ്, ഇന്ത്യയല്ല. ഇന്ത്യയിലെ കുഞ്ഞു സംസ്ഥാനമായ കേരളത്തിലാണ്. മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം കോവിഡ് വർഷത്തിൽ എക്സസ് ഡെത്ത് ഉണ്ടായി. ഇവിടെ ചില പ്രദേശങ്ങൾ, ന്യൂസിലാൻഡിനൊക്കെ പോലുള്ള, ക്യൂബയെ പോലുള്ള, വിയറ്റ്നാമിനെ പോലുള്ള ചില രാജ്യങ്ങളോടൊപ്പമാണ് നമ്മുടെ സ്ഥാനം. കോവിഡ് വർഷത്തിൽ 28,000 മരണം കുറവാണ് മുൻ വർഷത്തേക്കാൾ. ഇതും ആളുകൾ പഠന വിധേയമാക്കി. ഇതിലേക്ക് എത്തിയത് ഏതെങ്കിലും ഒരു ശൈലജ ടീച്ചറും എടുക്കോ പിണറായി വിജയന്റെ മാത്രം എടുക്കോ ഒന്നും കൊണ്ടല്ല.
പക്ഷെ പിണറായി വിജയന്റെ ഐഡിയയും ശൈല ടീച്ചർ പ്രവർത്തനവും എല്ലാം അതിൽ ഉൾച്ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം നാട്ടിലെ ഗ്രാമപഞ്ചായത്തുകൾ, നാട്ടിലെ ചെറുപ്പക്കാരുടെ കോവിഡ് ബ്രിഗേഡ്, വോളണ്ടിയർമാർ, ആശാവർക്കർമാർ, JPHന്മാർ തുടങ്ങിയിട്ടുള്ള ഡോക്ടർമാർ, നഴ്സ് എല്ലാം ചേർന്നിട്ടുള്ള പോലീസുകാരടക്കം ഒരുമിച്ച് നിന്ന് നടത്തിയ നമ്മുടെ ഒരു ഓപ്പറേഷൻ ഉണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ്. പിന്നെ 21-ലെ ഇലക്ഷനൊക്കെ വന്നപ്പോ എല്ലാരും മിങ്കിൾ ചെയ്ത്, അപ്പോഴേക്ക് ഡെൽറ്റ വേരിയന്റ് വന്നു. പിന്നെ നമുക്ക് പഴയ ശീലം അങ്ങനെ പോകാൻ പറ്റിയില്ല. അപ്പൊ കുറച്ചധികം കോവിഡ് രോഗവും കോവിഡ് മരണവും ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ ആവറേജിൽ വളരെ താഴ്ന്നു നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്